ഞാനൊരു ഗണപതി ഭക്തയാണ് കേട്ടോ. ഒരു പക്കാ ഗണപതി ഭക്തയാണ്. എന്നെ അറിയാവുന്ന എന്റെ ചില ഫ്രണ്ട്സിനും മിക്ക ഫ്രണ്ട്സിനും അറിയാം ഞാനൊരു ഗണപതി ഭക്തയാണെന്ന്. ഞങ്ങളുടെ വീട്ടിൽ അച്ഛനാണെങ്കിൽ ഒരു ഉണ്ണിക്കണ്ണനെയും യേശുദേവനെയും വെച്ചിട്ടാണ് വിളക്ക് കത്തിക്കുന്നത്. മെഴുകുതിരിയും കത്തിക്കും, വിളക്കും കത്തിക്കും. അപ്പോൾ ഒരു 10th വരെ എന്റെ കഴുത്തിൽ ഒരു കുരിശുണ്ടായിരുന്നു, മാലയ്ക്കകത്ത് ഒരു കുരിശുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നീട് എങ്ങനെയോ പോയി. നമ്മളുടെ വീട്ടിൽ വരുന്ന പലർക്കും വീട് തെറ്റിയിട്ടുണ്ടെന്ന് വെച്ചാൽ തെറ്റി എന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. ഫ്രണ്ടിൽ വെൽക്കം ഒരു കോട്ട വെച്ചിരുന്നതെന്ന് വെച്ചാൽ യേശുദേവന്റെ ഒരു കോട്ടായിരുന്നു വെച്ചിരുന്നത്. പിന്നീട് എപ്പോഴും ഞാൻ അങ്ങനെ മാറി മാറി ഇങ്ങനെ ഗണപതിയിലേക്ക് എത്തി. പക്ഷെ ഇപ്പോഴും ഒരു കുരിശ് മേടിച്ച് എന്റെ മാലയുടെ കൂട്ടത്തിൽ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അത് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ. പിന്നീട് ഗണപതിയുടെ ടാറ്റു കുത്തണമെന്നുണ്ട് കേട്ടോ. അതും ഞാൻ ചെയ്യും. ഇത് രണ്ടും ഞാൻ ചെയ്യും. വിഷ് ലിസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കാര്യം നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ, എല്ലാം തീർത്തിട്ട് വേണ്ടേ പോകാൻ വേണ്ടിയിട്ട്. അപ്പോ ഇന്ന് എനിക്ക് ഗണപതിയെ വെച്ച് വിളക്ക് കത്തിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും ഞാനിങ്ങനെ നോക്കിയപ്പോൾ വെറ്റില കൊണ്ടും നമ്മളുടെ അതുപോലെ തന്നെ ആലില കൊണ്ടും ഗണപതിയെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ വെറ്റില എനിക്കിവിടെ അവൈലബിൾ ആണ്. വീട്ടിലുണ്ട്, എന്റെ വീട്ടിലുണ്ട്, ഇവിടെയുണ്ട്. അങ്ങനെ ഞാൻ വെറ്റില വെച്ചൊരു ഗണപതി ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ വിളക്ക് കത്തിച്ചു. അപ്പോൾ എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്.